നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം വളരെ ചെറുപ്പം മുതലേ കേട്ട് മടുത്ത ഒരു പഴഞ്ചൊല്ലാണ് അരണ കടിച്ചാൽ ഉടനെ മരണം എന്നത്. അതുകൂടാതെ അരണ മഹാമറവിക്കാരനാണെന്നുള്ള അപഖ്യാതി കൂടി അതിനുണ്ട്. അരണയുടെ തല വാലറ്റം വരെ തിരിയുമ്പോഴേക്ക് തന്നെ അത് മനസ്സിലോർത്ത കാര്യം മറന്നുപോകുമത്രേ. അതുകൊണ്ട് കടിക്കാൻ ഉദ്ദേശിച്ച ആളെ പോലും മൂപ്പര് മറന്നുപോകുമത്രേ. അല്ലായിരുന്നെങ്കിൽ എല്ലാവരെയും ചറവറ കടിക്കുമെന്നാണ് ധ്വനി. ഓർമ്മക്കുറവുള്ളവരെ കളിയാക്കാനായിട്ട് അരണബുദ്ധി എന്ന ഒരു പ്രയോഗവും അങ്ങനെ വന്നതാണ്. രണ്ടും വെറും തെറ്റായ കാര്യങ്ങളാണ്. എന്നാലും നമ്മളിൽ പലർക്കും ഇപ്പോഴും അരണയെ ചെറിയ പേടിയുണ്ട്. അപ്പോൾ അരണകളുടെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം. പാമ്പ് പേടി മനുഷ്യർക്ക് പണ്ടേ ഉള്ളതാണ്. മനുഷ്യർക്ക് മാത്രമല്ല, പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് മൊത്തമായിട്ട് തന്നെ ആ പേടിയുണ്ട്. അത് പരിണാമപരമായിട്ട് നമ്മുടെ ഉള്ളിലൂടെ ജനിതകപരമായിട്ട് കൈമാറി വന്ന ഒരു ഭയം തന്നെയാണ്. എത്ര ബലവാനും ധൈര്യവാനുമായാലും ഒരു വിഷപ്പാമ്പിൻ്റെ കടി കിട്ടിയാൽ ചിലപ്പോൾ കഥ കഴിയുമെന്ന ജീവഭയം തന്നെയാണ് ഇതിന് അടിസ്ഥാനം. കുരങ്ങുകൾക്കും ഇതുപോലെ പാമ്പുകളെ പേടിയുണ്ട് എന്നുള്ള അറിവിൽ നിന്നാണ് നമ്മൾ ശല്യക്കാരായിട്ടുള്ള കൃഷിയൊക്കെ നശിപ്പിക്കുന്ന കുരങ്ങുകളെ പിടികൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമുണ്ട്. പുനംകൃഷിക്കാരൊക്കെ നീർക്കോലികളെ വായ്വട്ടം കുറഞ്ഞ ലോഹം ഇലയിൽ പൊതിഞ്ഞ് കെട്ടി അതിൻ്റെ വായ് മൂടി കയറുകൊണ്ട് മൊന്തയും കെട്ടി എവിടെയെങ്കിലും കെണിയാക്കി വെക്കും. ആ മൊന്തക്കുള്ളിൽ അല്പം തീറ്റയും വെച്ചിട്ടുണ്ടാവും. ഈ തീറ്റ എടുക്കാനായിട്ട് മൊന്തയിൽ കൈയിടുന്ന കുരങ്ങന്മാർ പെട്ടെന്ന് ചലിക്കുന്ന പാമ്പിനെ കണ്ട് ഉടനെ ഒരറ്റപ്പെടുത്തമാണ് അതിന്. മൊന്തയുടെ ഉള്ളിൽ തന്നെ മൊന്തക്കുള്ളിലായ കൈക്കുള്ളിലെ പാമ്പിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് അനങ്ങാതെ കുരങ്ങ് അവിടെ നിൽക്കും പേടിച്ചിട്ട്. കൃഷിക്കാർ വരുമ്പോഴും കുരങ്ങ് അതേപോലെ നിൽക്കുന്നുണ്ടാവും. ഈ കൈയൊന്ന് ഇളക്കിയാൽ മൊന്തയിൽ നിന്ന് കൈയൂരി അവർക്ക് ഓടിപ്പോകാം. പക്ഷേ അത് ഊരില്ല. ചില കടുംപിടുത്തങ്ങൾക്ക് മർക്കട മുഷ്ടി എന്നുള്ള പ്രയോഗം അങ്ങനെ വന്നതാണ്. പണ്ടെന്നല്ല ഇപ്പോഴും ഏതൊക്കെ പാമ്പിനാണ് വിഷമുള്ളത് എന്നും വിഷമില്ലാത്തത് എന്നുള്ള കാര്യത്തിൽ പലർക്കും വലിയ ആശയക്കുഴപ്പമുണ്ട്. തിരിച്ചറിയാനുള്ള ക്ഷമ പോലും പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല. അതിനു മുമ്പേ തന്നെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേഗം തല്ലി കൊല്ലുക എന്നുള്ള എളുപ്പ പണിയാണ് പലരും ചെയ്യാറ്. പാമ്പിനെ മാത്രമല്ല, കാഴ്ചയിൽ പാമ്പിനെ പോലെ തോന്നുന്ന ജീവികളോടൊക്കെ ഈ ഭയം നമുക്കുണ്ട്. അങ്ങനെയുണ്ടായതാണ് അരണ കടിച്ചാൽ ഉടനെ മരണം എന്ന പഴഞ്ചൊല്ലും. ഈ സാധുവിൻ്റെ തലയും ഉടലും മാത്രമല്ല, ഓട്ടവും പോലും പാമ്പിനോട് സാമ്യം തോന്നിക്കുന്നതിനാൽ ആരോ പണ്ടേ പറഞ്ഞുണ്ടാക്കിയതാവും ഈ ചൊല്ല്. ഇത്തരം തെറ്റായ പഴഞ്ചൊല്ലുകൾക്ക് ഒരു അടിവരയിടാൻ വേണ്ടിയിട്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊരു പഴഞ്ചൊല്ലും കൂടി പണ്ടുള്ളവർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഈ പഴഞ്ചൊല്ല് എന്തായാലും ഒരു പതിര് തന്നെയാണ്. അരണക്ക് വിഷം കിട്ടിയതിനെക്കുറിച്ചും അതിൻ്റെ മറവിയെക്കുറിച്ചുമൊക്കെ പല ഐതിഹ്യങ്ങളും പല നാടുകളിലുമുണ്ട്. പ്രശസ്ത ആനിമേറ്ററും സിനിമാ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള സുരേഷ് ശേരിയാട്ടിൻ്റെ അതിമനോഹരമായിട്ടുള്ള അരണ പുരാണം എന്ന് പറയുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട്. ദയവായിട്ട് തീർച്ചയായിട്ടും അത് കാണണം. ദേശീയ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോക്ക് പ്രായമായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്ന ഒരു കഥയായിട്ടാണ് ആ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പ്രായമായവരൊക്കെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറയാറുണ്ട്. അരണയെയും ഓന്തിനെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൊണ്ടുതരാൻ ദൈവം പറഞ്ഞത്രേ. കഷ്ടപ്പെടാനൊന്നും മുതിരാതെ ഓന്ത് വേഗം മാറി നിന്ന് അല്പം മൂത്രമൊഴിച്ച് അതും കൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്നു. എന്നാൽ പാവം അരണ പുൽനാമ്പിലും ഇല തുമ്പിലും ഒക്കെയുള്ള ഇത്തിരി മഞ്ഞുതുള്ളികളൊക്കെ ഇലക്കൊമ്പിളിൽ ശേഖരിച്ചിട്ട് അതുമായിട്ട് കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്തെത്തി. ഊന്തിനെ ദൈവം നരകത്തിലേക്ക് അയച്ചു. അരണയോട് എന്താ വേണ്ട വരം എന്നും ചോദിച്ചു. അരണ വളരെ എളിമയോടെ പറഞ്ഞത്രേ, എനിക്കിത്തിരി വിഷം വേണമെന്ന്. ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ദൈവത്തിന്? അങ്ങനെ കിട്ടിയതാണ് അരണയ്ക്ക് വിഷം. വരം കിട്ടിയ ഉടനെ അരണ ഭൂമിയിലെത്തി ചറവറ കടിക്കലാണ് മനുഷ്യരെ മുഴുവൻ. കടിച്ചവരൊക്കെ അപ്പോഴപ്പോഴും ചത്തും വീണു. അരണയെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ഈ ഭൂമിയിലെ മനുഷ്യരൊക്കെ കൂടി തപസ് ചെയ്ത് ദൈവത്തെ വരുത്തി. ദൈവം അരണയെ തിരിച്ചു വിളിച്ച് അതിനൊരു പുതിയ അനുഗ്രഹം കൂടി കൊടുത്തു. നീ അപ്പോഴപ്പോഴും കാര്യങ്ങളൊക്കെ മറന്നുപോട്ടെ എന്ന്. അതുകൊണ്ടാണ് ഒരാളെ കടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് അരണ ഓടി വരും. അപ്പോഴേക്ക് തന്നെ എന്തിനാ ഞാൻ വന്നതെന്ന് മറന്നുപോകും. എന്തായാലും നൂറ്റാണ്ടുകളായിട്ട് ഈ അരണ വിഷവിശ്വാസം നമ്മൾ ഒരു തിരുത്തും വരുത്താതെ ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇതും കൂടാതെ സർപ്പങ്ങളുടെയൊക്കെ തലയിൽ അത്ഭുത മാണിക്യം ഉണ്ടാവും എന്ന് വിശ്വസിച്ചതുപോലെ തന്നെ അരണയുടെ വായിലും ഒരു മാണിക്യം ഉണ്ടാവും, അരണ മാണിക്യം എന്ന് വിശ്വസിച്ചവർ വരെ ഈ നാട്ടിലുണ്ട്. വിശ്വസിക്കുന്നവരും നാട്ടിലുണ്ട്. അരണ കടിച്ച് ഇതുവരെ ആരും മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അരണ കടിച്ച് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിക്കപ്പെട്ടതായിട്ടും ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല. മനുഷ്യരെ കടിക്കാനുള്ള ത്രാണിയും വിഷപ്പല്ലും ഒന്നും ഇതിനില്ല എന്ന് മാത്രമല്ല, വായ്ക്കുള്ളിൽ വിഷസഞ്ചിയോ വെനമോ ഒന്നും ഈ പാവത്തിനില്ല. അബദ്ധത്തിലെങ്ങാനും ഒരു അരണ ഒരാളെ കടിക്കാൻ ശ്രമിച്ചാൽ തന്നെ വേദനിക്കുക പോലുമില്ല. ആ കുഞ്ഞരി പല്ലുരഞ്ഞ് ഒരു ഇക്കിളി ഉണ്ടാവും എന്ന് മാത്രം. പക്ഷെ ചിലപ്പോൾ കടി കിട്ടിയ ആൾ പേടിയും ദേഷ്യവും കൊണ്ട് പാവത്തിന് തല്ലിക്കൊന്ന് അരണയുടെ ഉടനെ മരണം ഉറപ്പാക്കുമെന്ന് മാത്രം. അരണ കടിച്ചില്ലെങ്കിലും അബദ്ധത്തിൽ അരണയെങ്ങാനും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ വീണു പോയി കഴിഞ്ഞാൽ അത് കഴിച്ചാലും മരണം ഉറപ്പാണ് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അത് തെളിയിക്കാനുള്ള കേട്ടുകേൾവി കഥയായിട്ട് ഒരമ്മയും 4-5 മക്കളും ഒക്കെ ഇത്തരത്തിൽ അരണ വീണ ഭക്ഷണം കഴിച്ചിട്ട് ചത്തുപോയ കഥ പല നാട്ടിലും ഉണ്ട് താനും.
അരണയുടെ ശരീരത്തിലും അത്തരത്തിലുള്ള ഒരു മാരക വിഷവുമില്ല. ചെതുമ്പലുകളുള്ള ശരീരവും പടം പൊഴിക്കുന്ന സ്വഭാവവുമുള്ള സ്ക്വാമേറ്റുകളിൽ പെടുന്ന ഉരകജീവികളിൽ ഒന്നാണ് അരണ. പാമ്പുകളും പല്ലികളും ഒക്കെ ഉൾപ്പെടുന്ന ആ ഉരകവർഗം. എന്നാൽ പാമ്പുകളുമായിട്ട് ഇവർക്ക് വലിയ അടുപ്പമൊന്നുമില്ല. സ്കിങ്കോയിഡിയയിൽ ഉള്ള 4 കുടുംബങ്ങളിൽ ഒന്നായ സ്കിൻസിഡയിലാണ് അരണകൾ ഉൾപ്പെടുക. ഒരു 100 ദശലക്ഷം വർഷമൊക്കെ മുമ്പ് ഉരുത്തിരിഞ്ഞവയായിരിക്കും ഇവ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തെങ്ങുമായിട്ട് 180 ജനുസുകളിലായിട്ട് 1685ഓളം സ്പീഷീസ് അരണകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആർട്ടിക്, സബാർട്ടിക് പ്രദേശങ്ങളൊഴികെ ലോകത്തെ എല്ലായിടത്തും അരണകളുണ്ട്. ഇന്ത്യയിൽ 18 ജനുസുകളിലായിട്ട് 80 വ്യത്യസ്ത സ്പീഷീസ് ഇനങ്ങളാണ് അരണകളുടെ കൂട്ടത്തിലുള്ളത്. ഇനിയും ധാരാളം അരണകൾ പല സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചറിയാനുണ്ടാകും. ഇപ്പോഴും നോർത്ത് ഈസ്റ്റിൽ മനുഷ്യസ്പർശമേൽക്കാതെ എത്രയോ കാട്ടുപ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ധാരാളം അരണ സ്പീഷീസുകൾ ഇനിയും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അരണകൾ പൊതുവെ പകൽ സജീവമാകുന്ന സ്വഭാവമുള്ളവരാണ്. ഇടത്തരം വലിപ്പമുള്ളതും നല്ല വലിപ്പമുള്ളതുമായിട്ടുള്ള അരണകളുണ്ട്. കാലുള്ളതും